മുംബൈയിലെ സ്റ്റോൺമാൻ സൈക്കോ ഇന്നും കണ്ടെത്താൻ കഴിയാത്ത ഭീകര രഹസ്യം. 1980കളിലെ മുംബൈ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ ഒന്നായിരുന്നു. അത് രാത്രിയായാലും നഗരം ഉറങ്ങാറില്ലായിരുന്നു. ട്രെയിനുകളുടെ ശബ്ദം, ടാക്സിയുടെ ഹോൺ, വഴിവീതികളിൽ നീങ്ങുന്ന ആളുകൾ. പക്ഷേ ആ നഗരത്തിന് മറ്റൊരു മുഖമുണ്ടായിരുന്നു. വലിയ കെട്ടിടങ്ങളുടെ നിഴലിൽ ആയിരക്കണക്കിന് ആളുകൾ ഫുട്പാത്തുകളിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. ദിവസം മുഴുവനും കഠിനമായ ജോലി ചെയ്ത് തൊഴിലാളികൾ. രാത്രിയിൽ അവർക്കൊരു വീടില്ല. റോഡിന്റെ അരികിൽ പത്രം വിരിച്ച് അല്ലെങ്കിൽ പഴയ തുണി ഉപയോഗിച്ച് അവർ ഉറങ്ങും. അവർക്കറിയില്ലായിരുന്നു ആ നഗരത്തിൽ ഒരു അജ്ഞാത കൊലയാളി ചുറ്റി നടക്കുന്നത്. 1995 ഒരു ദിവസം രാവിലെ മുംബൈയിലെ ഒരു ഫുട്പാത്തിൽ ആളുകൾ ഒത്തുകൂടി. ഒരു തൊഴിലാളി മരിച്ച നിലയിൽ കാണപ്പെട്ടു. അവന്റെ തല ഭീകരമായി തകർന്നിരുന്നു. അവന്റെ അടുത്ത് ഒരു വലിയ കല്ല് കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യം പോലീസ് കരുതിയത് ഇത് ഒരു സാധാരണ മരണമായിരിക്കാം. കേസ് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല, കാരണം അവൻ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു.